ഹരി ഓം. സംഘടന സംസ്കാരം സംഘടന സേവ SPYSS മലയാളം ഓൺലൈൻ. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ജ്ഞാനപ്പാന. എനിക്ക് തോന്നുന്നു ജ്ഞാനപ്പാന കേൾക്കാത്തവർ മലയാളികൾ കേരളത്തിലുണ്ടോ എന്ന് സംശയമായിരിക്കും. പലവർക്കും പല മതങ്ങൾക്ക് ഉള്ളവരും പോലും ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്പം ഓർമ്മ വരുന്നു. നാട്ടിൽ നിന്ന് പോയവര് പലവരും എന്നോട് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കേൾക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ജ്ഞാനപ്പാന എൻ്റെ ചെറുപ്പം ഓർമ്മ വരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വളരെ വലിയ വലിയ കാര്യങ്ങൾ സിമ്പിൾ മലയാളത്തില് ഇത്രയും ട്യൂണില് പാടാൻ സാധിക്കുന്നത് എനിക്ക് ഒരു ഭാഗ്യമാണ്. അദ്വൈതത്തിലെയും പല പല മഹത്തായ വിഷയങ്ങൾ വളരെ സിമ്പിളായിട്ട്, പുനർജന്മമായിരിക്കാം, കർമ്മ ഫിലോസഫി ആയിരിക്കാം, അദ്വൈതമായിരിക്കാം, ഇതെല്ലാം ഉൾക്കൊണ്ട് ഈ ഒരു പാട്ട് നമുക്കൊരു ഭാഗ്യമാണ്. ഇത് ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞ 2-3 പ്രാവശ്യം കൊണ്ട് പൂന്താനം ദിനം ആഘോഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 37 പേരാണ്, ഈ പ്രാവശ്യം 44. അടുത്ത പ്രാവശ്യം ഇതിന്റെ ഡബിൾ ആവട്ടെ. പൂന്താനം ദിനം ഒരു ദിവസം അല്ലാതെ 2-3 ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ചൊല്ലാമെന്ന്. ഏതായാലും ഇന്ന് നമുക്ക് ഇത് 44 പേരായിട്ട് ചൊല്ലുന്നു. ആദ്യം ഓമനക്ക തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ പേര് വായിക്കുന്നില്ല. ഏതായാലും വരാത്തവരുടെ പ്ലേസിൽ എനിക്ക് തോന്നുന്നു സിന്ധു അക്ക ബാക്കപ്പിൽ ഉണ്ട്. അപ്പോൾ സിന്ധു അക്കയുടെ ജോലിയാണ് ഇതിൽ വലിയത്, വരാത്തവരുടെ ഭാഗം വായിക്കേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിനായി ഓമനക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ഹരിയോം. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ, നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ, തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ,
മുമ്പേ കണ്ടിട്ടറിയുന്നീതു ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിന്നോ വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. കേളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. കൃഷ്ണ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ മുന്നമേ കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചേർന്നു താനും വലയാതെ ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൻ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. ബ്രഹ്മവാദിയായി ഇച്ഛയേറുമ്പോളം
കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനു മേളുതല്ല നിർണയം. ദിക്പാലന്മാരും അവണ്ണമോരോരോ ദിക്ക് തോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പൂറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു. സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുകൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പാകവുമുള്ളോളമില്ലവർ. പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊര ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളവും പല കർമ്മങ്ങൾ ഭൂമിയിന്നത്രേ നേടുന്നു ജീവന്മാർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു പൂജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിടുമാതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ
കൊണ്ടുപോന്ന ധനം കൊണ്ടു നാം എല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ടു വിറ്റൂണെന്നു പറയും കണക്കിനെ, വിറ്റൂണെന്നു പറയും കണക്കിനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവോ ഭൂമി ശിവ ശിവ. വിശ്വനാഥന്റെ മൂലപ്രകൃതിതാൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14ലും ഉത്തമമെന്നല്ലോ. വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂതരേന്ദ്രനിതിലല്ലോ നിൽക്കുന്നു. ഇതിലൊമ്പതു ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമിതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാരും ഓർക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13ലും ഉള്ള ജനങ്ങളും. മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായികയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ
കലിതാതേരം കൈവണങ്ങിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ. യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നോരു മാനുഷർക്കും കളിക്കും നമസ്കാരം. കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമി പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മേ നന്നായി നിരൂപിപ്പിന്നെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടിക്കുറുകയോ. നാവ് കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നീ വിനാശമില്ലായകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതെ നാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മാനത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടെങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10-12 ഉണ്ണിയായിട്ടും പോയി. തന്നെ താനഭിമാനിച്ചു പിന്നിടം തന്നെ താനറിയാതെ കഴിയുന്നു. എത്ര കാലമിരിക്കും ഇനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പൊള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമെങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമതെന്നെ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നേതോ ചിലർ. മതമത്സരം ചിന്തിച്ചു
മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കൊലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. പണ്ഡിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺകെ നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കെ എന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നേതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നേതു ചിലർ. മത്തേപം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങളതു കൊണ്ടും. അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നീതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിന്നൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കെന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സത്തുക്കൾ ചെന്നിരുന്നാലായർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും. പശ്ചാത്താപമൊരള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു
ഭ്രമിക്കുന്നേതു ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചൂപ്പും പോലെ ഗർദഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടു ഭ്രമിക്കും നീതൊക്കെയും തൃഷ്ണ കൊണ്ടു ഭ്രമിക്കും നീതൊക്കെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെളുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേർപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണണമെന്നെടുപ്പിക്കരുതെന്നും. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാവോളമെല്ലാരും. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും. അതിൽ വന്നോ പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടെയിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെയും. എന്തിനു വൃഥ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുവിനെല്ലാരും. എന്തിനു വൃഥ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവിനെല്ലാരും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു ബോധിക്കുന്നതെന്തു നാം. മധ്യനാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി.
മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ, ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം, വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധികാലം കഴിവോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. കണകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ. സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങള ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരെടുത്ത്. കുതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തിയെ വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടേതും. പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട, തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതു ദിക്കിലിരിക്കിലും തന്നെ
നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിടുമെന്നല്ലോ. ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതോ ബാദരായണൻ താനും അരുൾ ചെയ്തോ ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആനന്ദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവ. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ, തിരുവുള്ളമരുൾക ഭഗവാനേ. കൃഷ്ണ ഭഗവാനേ, കൃഷ്ണ നാരായണ ജയ 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 നാരായണ ജയ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റില് 44 പേര് ഏകദേശം ഇത് വളരെ നല്ലതായിട്ട് പാടി. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അഭ്യാസത്തിന് മുൻപ് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം, നാരായണീയം, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മളിവിടെ വിഷ്ണു സഹസ്രനാമം, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജ്ഞാനപ്പാനയും ഇടയ്ക്ക് അതിൻ്റെ നല്ല നല്ല പാർട്സ്, എല്ലാം നല്ല തന്നെ, നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്സ് ഏതെങ്കിലും എടുത്ത് വേണമെങ്കിൽ രാവിലെ നമ്മുടെ അഭ്യാസത്തിന് മുൻപ്, ഇതേതായാലും രാവിലെ നമ്മളിത് കേൾക്കുന്നതാണ് പല അമ്പലങ്ങളിൽ നിന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പറ്റുവാണെങ്കിൽ ജ്ഞാനപ്പാനയും കുറച്ചൊക്കെ ചൊല്ലാം, അല്ലേ? ഹരി ഓം. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ നന്നാവും. ആ, അതന്നെയാണ് ദിവസവും നമ്മൾ ചൊല്ലുന്ന, അതാണ് പ്രാക്ടീസ് ചെയ്താൽ ഇയർ ത്രൂ ഔട്ട്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ചില ഭാഗങ്ങൾ ഇപ്പോൾ പി ലീലാമ്മ പാടിയ പോലെ നമുക്ക് അത്രയും പാടാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒപ്പിച്ച് വരുന്ന എല്ലാവരും ഏകദേശം. അപ്പോൾ ഇച്ചിരൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര കേട്ടാലും നമുക്ക് മതി വരത്തില്ലല്ലോ. അപ്പം അത് ദിവസവും നമുക്ക് ചൊല്ലാം. ശരി, ദിവസം അല്ലെങ്കിലും ഇടയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ ചൊല്ലാം. ഹരി ഓം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ പൂന്താനം ദിനത്തിൽ എനിക്ക് പൂന്താനം ഈ ജ്ഞാനപ്പാനമൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പൂന്താനത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്. അത് ഭക്തിയിലൂടെ എങ്ങനെ അത് മറികടന്നു, എങ്ങനെ ഭക്തിയിലൂടെ
ആനന്ദത്തിലോട്ട് മാറി എന്നുള്ളൊരു കാര്യം. പിന്നെ പച്ച മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ട് എഴുതുന്നത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. വളരെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. വളരെ കട്ടിയായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് ഒരുപാട് കൺഫ്യൂസ് ആകുന്നു. വലിയ വലിയ കാര്യങ്ങൾ വലിയ രീതിയിൽ സംസാരിക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം സിമ്പിളായിട്ട് പറയണമെങ്കിൽ എക്സ്പേർട്ട് തന്നെ വേണം. ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ അത് പറയണമെങ്കിൽ വലിയൊരു എക്സ്പേർട്ടിന് മാത്രമേ പറ്റൂ. അത് ഇത് ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് എനിക്ക് ഈ പൂന്താനം എന്ന് തോന്നുന്നു. കൃഷ്ണൻ തന്നെ ആരുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഭട്ടാതിരിയുടെയാണെന്ന് തോന്നുന്നു. എനിക്ക് പൂന്താനത്തിൻ്റെ കൃതികളാണ് നിങ്ങളുടെ കൃതികളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൃഷ്ണനും ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും വളരെ വലിയ വലിയ കാര്യങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് എഴുതിയ ഇതൊരു നമുക്ക് മലയാളികൾക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങളെല്ലാം എങ്കിലും നമുക്ക് ഈ ജ്ഞാനപ്പാനയിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ഈ പൂന്താനം ദിനം ജ്ഞാനപ്പാന പാടി ഇവിടെ നമുക്കിത് പൂർണ്ണമാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും 1-2 പേർക്ക് ഇച്ചിരി സമയമുണ്ട്, 1-2 പേർക്ക് എന്തെങ്കിലും ഈ ജ്ഞാനപ്പാന പൂന്താനത്തിനെ പറ്റി ഓർക്കാൻ. ഹരിയോ അണ്ണ, പൂന്താനത്തിനോട് കൃഷ്ണന് സ്വപ്നത്തിൽ പറഞ്ഞത് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പിന്നെ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്നാണ് പറഞ്ഞത്. ഹരിയോ മക്ക പൂന്താനത്തിന് ഉഷയൊക്കെ പറഞ്ഞോളൂ. ഇത് പിന്നെ സിന്ധു അക്കനെ നമിക്കുന്നു. സിന്ധു അക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഒരുപാട് പണിയെടുത്തു തോന്നുന്നു. എന്നാലും ഒരു വക ഭംഗിയായിട്ട് എല്ലാരും അവതരിപ്പിച്ചിട്ടുണ്ട്. സിന്ധു അക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അറിയോ, അതായത് ഇത്രയും ഭാഗമായിട്ട് ഇത്രയും പേർക്കും ഇത് റെഡിയാക്കി ഷെഡ്യൂളിംഗ് ഒക്കെ ചെയ്യുന്നത് തന്നെ ഇതിന്റെ ഒരു സക്സസിന്റെ വലിയൊരു ഭാഗമാണ്. ഏത് നമ്മുടെ ഓൺലൈൻ പരിപാടി എടുത്താലും അതിന്റെ ഷെഡ്യൂളിങ്ങും പിന്നെ ആര് വന്നില്ല അതിന്റെ ബാക്കപ്പ്, ഇതാണ് അതിന്റെ സക്സസിന്റെ അതിന്റെ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയൊരു ഘടകം. ഏതായാലും ഇപ്പൊ നമ്മുടെ രാവിലത്തെ അഭ്യാസമായാലും ചെയർ യോഗ ആയാലും ഇപ്പൊ മെഡിറ്റേഷൻ, പലവരും ഇതിന്റെ പുറകെ നടന്ന് ഇപ്പൊ തന്നെ ഉഷാക്ക മെഡിറ്റേഷൻ ആരാണെന്ന് നമ്മളത് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. ആഴ്ച തോറും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇതിപ്പോ ആരും കിട്ടിയില്ലല്ലോ, ഇതിന് വന്നില്ലല്ലോ ആള്, ഇവരോട് പറഞ്ഞതാണ് വരുമെന്ന്, ഇപ്പൊ ഇയാൾ വന്നില്ല. അങ്ങനെ ഒരുപാട് ഇതില് നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. പക്ഷേ ഓവറോൾ ഇത് ലാസ്റ്റില് ഇത് തീരുമ്പോൾ എങ്ങനെങ്കിലുമൊക്കെ നല്ലതായിട്ട് വരും. നല്ല കാര്യങ്ങൾ ഏതായാലും നല്ലതാവും, ആരെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കും. ഏതായാലും അങ്ങനെയാണല്ലോ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും. ഇപ്പൊ സിന്ധു അക്കയ്ക്ക് നമ്മുടെ ഭജന ആയാലും പിന്നെ ബാലഗോകുലമായാലും ഇങ്ങനെ ഭഗവത്ഗീത, ഇപ്പൊ ഇത് ഷെഡ്യൂളിങ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു വളരെ എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. ആരെപ്പോ വിളിക്കണം, എങ്ങനെ സിന്ധുവൊക്കെ പീലിയിലെ പാടണേന് ഒപ്പത്തിനൊപ്പം നിൽക്കും. സിന്ധുവക്കയുടെ പാട്ട് അത് പറയാതെ പറ്റില്ല, നല്ല ഭംഗിയായിട്ട് പാടുണ്ട്. അതെ, ഗോപണ്ണന് എന്റെ പ്രണാമം. ഞാൻ കുറെ നാളായി ഇതിൽ കേറിയിട്ട്. രമാദേവൊക്കെ എവിടെ ആയിരുന്നു? ഞാൻ ആലോചിക്കുമായിരുന്നു എവിടെ. ചേറിയോഗയിലാണ്. ഉഷ മാധവനൊക്കെയുടെ പുറകെയാണ് ഇപ്പോ. ശരി, ഓക്കെ ശരി. ഹരിയോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാക്കാം. നമുക്ക് എല്ലാവർക്കും നേരെ ഇരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.